അഹമ്മദാബാദ് വിമാനാപകടം പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അപകടത്തിലും പ്രാഥമിക റിപ്പോർട്ടിന്മേലും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ആവശ്യപ്പെടും. വ്യോമയാന മന്ത്രി വിശദീകരിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അപകടത്തിന് കാരണം പൈലറ്റുമാരുടെ പിഴവെന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ലെന്ന് വ്യോമയാന വിദഗ്ധർ പറയുന്നുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ ചേർന്നു. അച്യുതൻ, ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വിവരത്തിൽ പൈലറ്റുമാരുടെ ഭാഗത്തേക്ക് പഴിചാരണ്ട എന്ന് ഈ പൈലറ്റ് സംഘടനകൾ അടക്കം വ്യക്തമാക്കുന്നു. അതിനിടയിലാണ് ദുരൂഹതകൾ അവസാനിപ്പിക്കണമെന്നും കൃത്യമായ കാര്യങ്ങൾ അറിയണമെന്നും പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ സുഹൈൽ, ഈ അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട ഈ പ്രാഥമിക റിപ്പോർട്ട് അത് പുറത്തു വന്നു. പക്ഷെ അതിലെ കണ്ടെത്തലുകൾ കൂടുതൽ ദുരൂഹതകളിലേക്കാണ് ഇപ്പോഴും വഴിവെച്ചിരിക്കുന്നത്. അതായത് ഈ വിമാനത്തിന്റെ ഇന്ധന സ്വിച്ച് ഓഫായി എന്ന് പറയുമ്പോൾ അത് ആര് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ അത് എങ്ങനെ ഓഫായി എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ ചർച്ചകളിലേക്ക് കൂടി വഴിവെച്ചിരിക്കുന്നത്. അതായത് വിശദമായ അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്ലാരിറ്റിയുള്ള വ്യക്തതയുള്ള ഒരു റിപ്പോർട്ടല്ല വന്നതെന്ന പല പ്രതിപക്ഷ നേതാക്കളും ഇതിനോടകം തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന വേളയിൽ അഹമ്മദാബാദ് വിമാന അപകടവും ഒപ്പം ഈ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിന്മേലും ചർച്ച വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വ്യോമയാന മന്ത്രി ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നടത്തണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പാർലമെന്റിന്റെ ഈ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ അഹമ്മദാബാദ് വിമാനാപകടമായിരിക്കും പ്രതിപക്ഷം തീർച്ചയായിട്ടും ഉന്നയിക്കുക. മറ്റൊന്ന്, ഈ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിലും അത് പൈലറ്റുമാരെ പഴിചാരാനുള്ള അല്ലെങ്കിൽ പഴിചാരുന്ന തരത്തിലേക്ക് ആ ദിശയിലേക്കാണ് അന്വേഷണം പോകുന്നത് എന്ന് പൈലറ്റുമാരുടെ അസോസിയേഷൻ കുറ്റപ്പെടുത്തിയിരുന്നു. നേരായ അന്വേഷണം വേണം, അതിന് സുതാര്യത വേണം എന്ന കാര്യങ്ങളും അവർ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ പുറത്തുവരുന്ന നിഗമനങ്ങൾ അനുസരിച്ച് സ്വിച്ചുകൾക്ക് ഇരുവശവും സംരക്ഷണ ഈ ഒരു ബ്രാക്കറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ അബദ്ധത്തിൽ കൈതട്ടി ഇത് ഓഫാകാനുള്ള സാധ്യത കുറവാണെന്നും ഇലക്ട്രിക് പിഴവിനെ തുടർന്ന് വല്ല സ്വിച്ചുകൾ കട്ട് ഓഫ് ആകാനുള്ള സാധ്യത ഉണ്ടെന്നും വ്യോമയാന വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ബ്ലാക്ക് ബോക്സുകൾ വിശദമായി ഇനി പരിശോധിച്ചാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകൂ എന്നതാണ്. ഒപ്പം ഹാങ്ങറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിമാനത്തിന്റെ തകർന്ന എഞ്ചിനുകളുടെ പരിശോധനയും മറ്റ് അവശിഷ്ടങ്ങളുടെ പരിശോധനയും ഇപ്പോൾ നടത്തി വരുന്നു എന്നുകൂടിയാണ് AAIB ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. വ്യക്തമാണ്. വർഷകാല സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടും. ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്തതാണ് എന്താണ് വിമാനത്തിൽ സംഭവിച്ചെന്ന ചോദ്യത്തിന്. അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നപ്പോൾ മറുപടിക്ക് പകരം വീണ്ടും ഒരുപാട് ചോദ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.